പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പുറമായിട്ടും നമ്മുടെ വിശ്വാസത്തിന് ശക്തിയായി നൽകുന്ന വലിയ വാഗ്ദത്ത വചനം, അതാണ് ഇന്ന് നാം ധ്യാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പൗലോസ് തിമോത്തിക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 18-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: കർത്താവ് എല്ലാ തിന്മകളിൽ നിന്നും എന്നെ മോചിപ്പിച്ച് തൻ്റെ സ്വർഗരാജ്യത്തിനായി എന്നെ കാത്തുകൊള്ളും, എന്നും എന്നേക്കും അവിടത്തേക്ക് മഹത്വം. ആമേൻ. അപ്പോൾ അത് ഒന്നര ഏറ്റു പറയാം. 2 കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട് കർത്താവ് എന്നെ എല്ലാ തിന്മകളിൽ നിന്ന് മോചിപ്പിക്കും. എന്തിനാ മോചിപ്പിക്കുന്നത്? തൻ്റെ സ്വർഗരാജ്യത്തിലേക്കായി എന്നെ കാത്തുകൊള്ളാൻ. പ്രിയമുള്ളവരെ, 2 കാര്യം മറക്കരുത്. എല്ലാ തിന്മകളും, തിന്മയുടെ സ്വാധീനത്തിൽ നിന്നും എനിക്ക് സംരക്ഷണം തരും, എന്നെ മോചിപ്പിക്കും, സ്വർഗരാജ്യത്തിന് എന്നെ കാത്തുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. അവർക്ക് ഈ 2 കാര്യം മറക്കരുത്. ദൈവം എനിക്ക് സംരക്ഷണ വലയം തരും, തിന്മയിൽ നിന്ന് എന്നെ മോചിപ്പിക്കും. തിന്മയും പൈശാചിക പീഡകളും എന്നെ ഉപദ്രവിക്കാൻ വരുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനം എന്താണ്? അതിൽ നിന്നെല്ലാം എന്നെ മോചിപ്പിക്കും. എന്തിനു വേണ്ടി? സ്വർഗരാജ്യത്തിന് വേണ്ടി, എന്നെ കാത്തുകൊള്ളുവാൻ വേണ്ടി. അല്ലെങ്കിൽ എന്നെങ്ങനെ മോചിപ്പിക്കുന്നത്? സ്വർഗരാജ്യം എനിക്ക് ലഭിക്കാൻ വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, ഓർക്കുക, അതാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തം. നമുക്കിത് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവേ, എല്ലാ തിന്മകളും നിങ്ങൾ കാത്തു രക്ഷിക്കണം, എന്നെ മോചിപ്പിക്കണം, എനിക്കും സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരണം. ഓർക്കുക, പൗലോസ്ലീഹ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് തൻ്റെ ഈ വിശ്വാസ പ്രഖ്യാപനം നടത്തിയത്. പ്രിയമുള്ളവരെ, നമുക്കിതുപോലെ സാധിക്കണം. എൻ്റെ കർത്താവ് എല്ലാ തരത്തിലും എന്നെ മോചിപ്പിക്കും, സംരക്ഷണം തരും. തമ്പുരാൻ്റെ ഏറ്റവും അഭിമാനഭാജനമായി എന്നെ സ്നേഹിക്കുന്നു, തിന്മയിൽ നിന്ന് എന്നെ കാത്തുകൊള്ളുന്നു, അവൻ്റെ രാജ്യത്തിലേക്ക് എന്നെ കൊണ്ടുപോകാൻ വേണ്ടി. പൗലോസ്ലീഹയുടെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലെ ഈ ഒരു വിശ്വാസ പ്രഖ്യാപനവും നമുക്ക് നടത്താൻ സാധിക്കണം. കൂടാതെ തൻ്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് തൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ധൈര്യം കൊടുക്കുന്നതാണ്. കർത്താവ് കാത്തുകൊള്ളും, അപകടത്തിൽ നിന്ന് കാത്തുകൊള്ളും. ദൈവം നമുക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ട സ്വർഗരാജ്യത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുമെന്നുള്ള ഒരു വാഗ്ദത്തമാണ്. ഈ ലോക കാഴ്ചപ്പാടിൽ നിന്നും ശാശ്വതമായ വാഗ്ദാനം തരുന്നതാണ്. അതെന്താണ് പ്രിയമുള്ളവരെ? സ്വർഗരാജ്യം. എങ്കിൽ നമുക്കും പ്രാർത്ഥിക്കാം, നമുക്കും പൗലോസ്ലീഹ പോലെ ഏറ്റു പറയാം: കർത്താവേ, എല്ലാ തിന്മയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുകൊള്ളണം, തിന്മ വീഴാൻ ഇടവരുത്താത്ത തരത്തിൽ ദൈവമേ സംരക്ഷണം തരണം. അങ്ങനെ നിന്നോടൊപ്പം സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുവാനുള്ള വലിയ അനുഗ്രഹം കർത്താവേ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്ത പേടകത്തിലേക്ക് നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം. ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൾത്താരയിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. മറക്കരുത്, തിന്മയെന്നും കർത്താവ് നിങ്ങൾക്ക് സംരക്ഷണം തരും, സ്വർഗരാജ്യത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള കൃപയും തരും. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശ്വരാശീർവാദം തരാം. നമ്മുടെ കർത്താവായ ശമിശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും നമ്മുടെ കർത്താവിൻ്റെ സുവിശേഷ വേലയിൽ നമുക്കും പങ്കാളികളാകാം.